ഗൗതം അദാനി ഇന്ത്യയിലെ ഒരു കമ്പനിയുമായി ഉണ്ടാക്കിയ സോളാർ കരാർ എങ്ങനെ അമേരിക്കയിൽ അഴിമതി കേസായി പറയാം. അദാനി ഗ്രീൻ, ആഷർ പവർ എന്നീ കമ്പനികൾ സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുമായി 2020 ജൂണിൽ ഒരു കരാറുണ്ടാക്കി. 4667 മെഗാവാട്ട് സൗരോർജ്ജ വൈദ്യുതി വിതരണത്തിനായിരുന്നു കരാർ. കരാർ പ്രകാരം വാങ്ങുന്ന വൈദ്യുതി രണ്ട് കമ്പനികളും സംസ്ഥാനങ്ങൾക്ക് വിൽക്കും. എന്നാൽ ഉയർന്ന വില മൂലം പല സംസ്ഥാനങ്ങളും ഈ വൈദ്യുതി വാങ്ങാൻ തയ്യാറായില്ല. പദ്ധതി മുടങ്ങി അദാനിക്കും ആഷർ പവറിനും നഷ്ടം വരുമെന്നായി. അതോടെ സംസ്ഥാന സർക്കാരുകളിലെ ഉന്നതർക്ക് കൈക്കൂലി നൽകിയെങ്കിലും വൈദ്യുതി വാങ്ങിപ്പിക്കാൻ നീക്കം ആരംഭിച്ചു. കൈക്കൂലിക്കുള്ള പണം അദാനി ഗ്രീനും ആഷർ പവറും പങ്കിടുമെന്നായിരുന്നു ധാരണ. 2029 കോടി രൂപയാണ് വിവിധ സർക്കാരുകളിലെ ഉന്നതർക്ക് കൈക്കൂലി വാഗ്ദാനം ചെയ്തത്. ആദ്യം നോട്ടമിട്ടത് ആന്ധ്ര സർക്കാരിനെ. അന്ന് ജഗൻമോഹൻ റെഡ്ഡി ആയിരുന്നു ആന്ധ്ര മുഖ്യമന്ത്രി. സർക്കാരിലെ ഉന്നതനെ ഗൗതം അദാനി നേരിട്ട് കണ്ടു എന്നാണ് ആരോപണം. 1750 കോടി രൂപ നൽകാനും ആ കൂടിക്കാഴ്ചയിൽ ധാരണയായത്രേ. ആകെ നീക്കിവെച്ച കൈക്കൂലി തുകയുടെ 86%. 7 ഗിഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ ആന്ധ്ര തീരുമാനിച്ചു. കൈക്കൂലി പദ്ധതി വിജയമായതോടെ ഒഡീഷ, ജമ്മു കാശ്മീർ, തമിഴ്നാട്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും വൈദ്യുതി കരാറിൽ ഒപ്പിട്ടു. ഇതേ സമയത്താണ് ഗൗതം അദാനിയും സംഘവും അമേരിക്കയിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചത്. $200 കോടി ലാഭമുണ്ടാകുമെന്ന് വിശ്വസിപ്പിച്ച് സമാഹരിച്ചത് $3000 കോടി. ഇവിടെ കരാർ ഉണ്ടാക്കാൻ കൈക്കൂലി കൊടുത്തു. അത് മറച്ചുവെച്ച് അമേരിക്കയിൽ നിന്ന് ആ പദ്ധതിക്ക് വേണ്ടി നിക്ഷേപം സ്വീകരിച്ചു. അമേരിക്കൻ നിക്ഷേപകരെയും ബാങ്കുകളെയും ഇങ്ങനെ കബളിപ്പിക്കുന്നത് അവിടെ നിയമവിരുദ്ധമാണ്. അങ്ങനെയാണ് അദാനിക്കെതിരെ അഴിമതി കേസും അറസ്റ്റ് വാറണ്ടും ഉണ്ടായത്.